ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറി. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീക്ക ബീവിയാണ് ഈ സ്ത്രീ. വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിമ്പുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് റഫീക്ക ബീവി. ഒരു വർഷം മുമ്പ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീക്ക ബീവിക്കും കൂട്ടുപ്രതികളായ റഫീക്കയുടെ മകൻ ഷെഫീഖ്, റഫീക്കയുടെ സുഹൃത്ത് അൽ അമീനും ശിക്ഷ വിധിച്ചത്. അതേ കോടതിയും അതേ ജഡ്ജിയുമാണ് ഇന്ന് ഷാരോൺ കേസും പരിഗണിച്ചത്. 2022 ജനുവരി 14 റഫീക്ക ബീവി പ്രതിയായ കേസിനാസ്പദമായ സംഭവം. ശാന്തകുമാരിയുടെ അയൽവാസിയായിരുന്ന റഫീക്ക ബീവി ഇവർ വാടകയ്ക്കൊഴിഞ്ഞു പോയതിനു പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കുമ്പോഴാണ് മച്ചിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുന്നത് കാണുന്നത്. വീട്ടിൽ താമസിച്ചിരുന്ന റഫീക്ക ബീവിയാണ് കൊല്ലപ്പെട്ടത് എന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതായതെന്നും അവരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കുന്നത്. മച്ചിൽ ഒളിപ്പിച്ചിരുന്ന മൃതദേഹം മണിക്കൂറുകൾ പണിപ്പെട്ടാണ് അന്ന് പോലീസ് പുറത്തെത്തിച്ചത്. ശാന്തകുമാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം മോഷ്ടിക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. വാടക വീടെടുത്ത് താമസിച്ചതും ആഭരണങ്ങളിൽ നിന്നും ഒരു ഭാഗം പണയം വെച്ചതായും ബാക്കി പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കൊലയ്ക്ക് ശേഷം കോഴിക്കോടേക്ക് യാത്ര തിരിക്കാനെന്ന പ്രതികളെയാണ് പിടികൂടിയത്. എന്നാൽ അതോടൊപ്പം തന്നെ തുടർ ചോദ്യം ചെയ്യലിൽ മറ്റൊരു കേസിനും തുമ്പുണ്ടായി. ഒരു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 14-കാരിയുടെയും കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. പ്രതി ഷെഫീഖ് ബലാത്സംഗം ചെയ്ത ശേഷം ഇത് പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. ഷെഫീഖിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് അടിസ്ഥാനത്തിൽ കോവളം പോലീസ് പുനരന്വേഷണം ആരംഭിച്ചിരുന്നു. ആദ്യം ആത്മഹത്യ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. പെൺകുട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മരുന്നുകൾ കഴിച്ചിരുന്നു, പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചിരുന്നെങ്കിലും പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു ഷെഫീഖും റഫീക്ക ബീവിയും അന്ന് താമസിച്ചിരുന്നത്. ഏതായാലും ഇതേപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇനിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.